ഈ സമുദായം ഒരിക്കലും തന്നെ ശിർക്ക് അകപ്പെടുകയില്ലെന്ന്, എന്ത് ചെയ്താലും അത് ശിർക്കാവുകയില്ലെന്ന് എഴുതിവിട്ട വിവരദോഷികളായ പണ്ഡിതന്മാരാണ് ഈ സമുദായത്തെ ഈ ശിർക്കിലേക്ക് നയിച്ചത്. സർവലോക രക്ഷിതാവിന്റെ ദൂതനായി അല്ലാഹു നിയോഗിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല, ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ സമുദായം ശിർക്കിൽ അകപ്പെടുന്നത് വരെ ലോകാവസാനം ഉണ്ടാവുകയില്ല എന്ന് പടച്ച റബ്ബിന്റെ റസൂൽ പഠിപ്പിച്ചു. മുസ്ലിയാർ പറയുന്നു, ഇല്ല, ഈ സമുദായം ശിർക്കിലകപ്പെടില്ല. ഏത് സ്വീകരിക്കണം? റസൂലിനെ സ്വീകരിക്കണോ, ഈ മുസ്ലിംമാരെ സ്വീകരിക്കണോ? തീരുമാനിക്കേണ്ടത് നാമാണ്. ഈ മുസ്ലിംമാരെ സ്വീകരിച്ച് ഇത്തരം ശിർക്കുകളിലേക്ക് പോയി മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക, നമ്മുടെ നമസ്കാരം വെറുതെയാണ്, നമ്മുടെ നോമ്പ് വെറുതെയാണ്, നമ്മുടെ സക്കാത്ത് വെറുതെയാണ്, നമ്മുടെ സൽക്കർമ്മങ്ങൾ വെറുതെയാണ്. പടച്ച തമ്പുരാന്റെ ദൂതൻ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹു മതി. എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്കത് പ്രഖ്യാപിക്കാൻ കഴിയുക? വീടുകളിൽ ബദരീങ്ങളുടെ പേരെഴുതി തൂക്കിയിരിക്കുന്നു, കയ്യിൽ മുസ്ലിയാരെഴുതിയ മുറുക്ക് കെട്ടി തൂക്കിയിരിക്കുന്നു, വാഹനത്തിൽ ഏതോ പുരോഹിതൻ എഴുതി തന്ന തകിട് സൂക്ഷിച്ചിരിക്കുന്നു, കച്ചവട സ്ഥാപനത്തിൽ തകിടാണ്, മുറുക്കാണ്, ഏലസാണ്, അതേപോലെയുള്ള വസ്തുക്കളാണ്. മനസ്സിൽ മുഹീദ്ദീൻ ശൈഖും ദിഫായി ശൈഖും മമ്പലത്തെ തങ്ങളും മനമ്പത്തെ ബീവിയും ഭീമാപ്പള്ളിയുമ്മയും ഏർവാടിയിലെയും മുത്തുപ്പേട്ടയിലെയും നാഗൂരിലെയും അജ്മീറിലെയും ശൈഖുമാരും ബീവിമാരുമാണ്. പ്രിയപ്പെട്ടവരെ, പറയാൻ കഴിയുമോ എനിക്ക് എന്റെ പടച്ച തമ്പുരാൻ മതിയെന്ന്? ഇല്ല. അതുകൊണ്ടാണ് മുജാഹിദുകൾ പറയുന്നത്, വലിച്ചെറിയണം, പ്രാർത്ഥിക്കണം, അല്ലാഹുവിനോട് മാത്രം, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരുടെ ഉത്തമമായ മാതൃകകൾ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് ഇവിടെ തെളിയിച്ചത്, ഇവിടെ ബോധ്യപ്പെടുത്തിയത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും. അത് കേട്ട കാത് ചോദ്യം ചെയ്യപ്പെടും, ഇത് കണ്ട കണ്ണുകൾ ചോദ്യം ചെയ്യപ്പെടും, അത് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്ന മനസ്സുകൾ അതും ചോദ്യം ചെയ്യപ്പെടും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അത്തരമൊരു ദിവസത്തെ കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള തീരുമാനം അത് പരിശോധിക്കും.